എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കൂടും. നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അവിടെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഇഷിത മഹേഷിനോട് സുജിയും വിനോദും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചാണ്. പക്ഷെ മഹേഷ് അതൊന്നും സമ്മതിക്കത്തില്ല. നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ ഇഷിതയോട് ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, അത് വിനോദാണെങ്കിൽ ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നതാണെന്ന് പറയുന്നത്. അപ്പം മഹേഷ് പറയുന്നത്, എന്തുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, നീ നിൻ്റെ അനിയത്തിയെ അവൻ്റെ തലയിൽ വയ്ക്കാനാണെന്നുള്ള രീതിയിലൊക്കെ മഹേഷ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നത്, സ്നേഹിച്ചവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്. പക്ഷേ ഇഷിത അതൊന്നും നമ്മുടെ മഹേഷ് അതൊന്നും വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നില്ല. മഹേഷ് പറയുന്നത്, ഈ കല്യാണം എങ്ങനെയായാലും നടക്കും, അതെൻ്റെ ആവശ്യമാണ്, അത് എൻ്റെ ഇതാണ് നിലനിൽപ്പിൻ്റെ ആവശ്യമാണെന്ന് നീ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ മഹേഷ് പറയുകയാണ്. ഇഷിതേവിനെ തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല. പിന്നീട് നമ്മുടെ സ്വപ്നവല്ലിയും അഞ്ജിമയും അവിടെ ഇരിക്കുന്ന സമയത്ത് ഇഷിത സംസാരിക്കുന്നു, സ്നേഹിച്ചവരെ തമ്മിൽ വേർപിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അപ്പം അഞ്ജിമ പറയുന്നു, നിൻ്റെ അനിയത്തെ അവൻ്റെ തലയിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയല്ലായിരുന്നു നിൻ്റെ പരിപാടി, അത് നടക്കാതെ വന്നപ്പോഴുള്ള അവളുടെ സങ്കടമാണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മഞ്ജിമ ഇഷിതയോട് പറയുകയാണ്. അപ്പം സ്വപ്നവല്ലി പറയുന്നത്, എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ ഇഷിത എഴുന്നേറ്റ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്തും സ്വപ്നവല്ലി പറയുന്നു, അവൻ്റെ കല്യാണം ഓൾറെഡി നിശ്ചയിച്ചതല്ലേ, നീ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നു, ഞാൻ ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നീ അതിൻ്റെ ഇടയിൽ കയറി എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ കൈലാസിന് എന്തോ ഡൗട്ടുണ്ട്. കാരണം ഇഷിതയും പിന്നെ ഇഷിതയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് കൈലാസിന് ചെറിയ രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇഷിത സുചിത്രയോട് പോയി സംസാരിക്കുന്നു. അപ്പോൾ സുചിത്ര പറയുന്നു, ഇനി ഏട്ടത്തെ എന്തിനാണ് മഹേഷ് ഏട്ടനോട് ഈ കാര്യമൊക്കെ പറഞ്ഞത്, അത് വേണ്ടായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയി എന്നൊക്കെ പറയുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ ശരിയാകും എന്നുള്ള രീതിയിൽ പറയുന്നു. അവൾക്ക് വേറെ ആരുമില്ല, അപ്പോൾ നമ്മൾ തന്നെ ഈ കല്യാണം നടത്തണം എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ കൈലാസ് ഇത് പുറത്തു നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് കൈലാസിനൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. എന്നിട്ട് കൈലാസ് തന്നെ പറയുന്നു, ഇനി ഇത് ഇഷിത കണ്ട പ്രശ്നമാവും, എന്തായാലും പോയേക്കാന്നും പറഞ്ഞ് നമ്മുടെ കൈലാസ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇഷിതയും സുചിത്രയും സംസാരിച്ച് പിന്നെ അവരങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ വീണ്ടും നമ്മുടെ മഹേഷ് ഇഷിതയോട് സംസാരിക്കുന്നതാണ്. എന്തായാലും ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ കേരള ചാപ്റ്റർ എൻ്റെ കയ്യിലാകും, ആകാശ് മേനോൻ മരിച്ചതിന് തുല്യമാകും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ കൈലാസ് പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ തമ്മിൽ വേർപിരിപ്പിക്കുന്നതാണല്ലേ മഹേഷിന് ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, എന്തായാലും തീരുമാനിച്ചു, ഇനി അത് തന്നെ നടക്കുകയുള്ളൂ, അവൻ്റെ അധപതനം എനിക്ക് കാണണം എന്നുള്ള രീതിയിലൊക്കെ മഹേഷ് പറയുകയാണ്. കാരണം വേറെ ഒരു നിവൃത്തിയില്ല. കാരണം ഇഷിതയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മഹേഷ് ആണെങ്കിൽ ഒട്ടും അടുക്കുന്നുമില്ല. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, വിനോദിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, വിനോദ് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ മഹേഷ് സംസാരിക്കുന്നുണ്ട്. ശരിക്കും വിനോദ് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ വിനോദിന് പറയാൻ ഏട്ടനെ ധിക്കരിച്ചൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഈ സമയത്താണ് നമ്മുടെ അനുഗ്രഹം ഒരു പാർക്കിലിരിക്കുന്നത്. അപ്പോൾ വിനോദിനെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ വിനോദ് കാറിൽ വരികയാണ്. കാറിൽ വന്നിട്ട് അനുഗ്രഹ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അനുഗ്രഹയ്ക്ക് എന്താ വിളിച്ചതെന്ന് പറയുന്നു. അല്ല, കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിരിക്കാൻ വേണ്ടിയാന്ന് പറയുന്നു. അപ്പം വിനോദ് പറയുന്നു, എനിക്ക് തിരക്കുണ്ട് എന്ന് പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരനായാലും ഇത്രയും തിരക്കാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നു, ഞാൻ എന്തായാലും ഈ നാട്ടിലേക്ക് വന്നത് എനിക്ക് വിനോദിനെ കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും. സ്നേഹിച്ച ആളെ എന്തൊക്കെ പറഞ്ഞാൽ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മുടെ മുമ്പിൽ എത്തിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ്. ആ സമയത്ത് ഇങ്ങനെ വിനോദ് നോക്കുമ്പോഴാണ് നമ്മുടെ സുചിത്രയെ കാണുന്നത്. അപ്പം അനുഗ്രഹയുടെ നീ എങ്ങനെ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെന്തിനാ വിനോദ് അറിയുന്നത്, നമുക്കൊരു കോഫി കുടിക്കാമെന്ന് പറയും. അപ്പോൾ വിനോദ് പറയും, ഞാൻ ചോദിച്ചതിന് ആൻസർ പറയാൻ പറയും. അങ്ങനെ അനുഗ്രഹം പറയും, അത് സുചിത്രയുടെ കൂടെ എന്ന് പറയും. എന്നിട്ട് എവിടെയെന്ന് ചോദിക്കും. അത് സുചിത്ര പറഞ്ഞു വിനോദിനോട് പറയേണ്ടതെന്ന്, അവളങ്ങ് അപ്പുറത്ത് മാറി നിൽപ്പുണ്ടെന്ന് പറയും. നമ്മൾ സംസാരിക്കുന്നതിൽ കട്ടുറുമ്പ ആകണ്ട എന്ന് വിചാരിച്ചാന്ന് പറയും. അപ്പം നമുക്ക് കോഫി കുടിക്കാമെന്ന് അനുഗ്രഹം പറയാം. അപ്പം വിനോദ് പറയും, തൻ്റെ കൂട്ടുകാരിയെ വിട്ടിട്ട് നമുക്ക് വേറൊരു ദിവസമാകാമെന്ന് പറയും. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറയും. അങ്ങനെ വിനോദ് സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് കൈലാസും ആകാശ് മേനോനും സംസാരിക്കുന്നതാണ്. അപ്പോൾ കൈലാസ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആകാശ് മേനോനോട് പോയി പറയുകയാണ്. വ്യക്തമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നും, കാരണം ഈ കല്യാണം നടന്നാൽ ആകാശ് മേനോന് പ്രശ്നമാകും എന്നുള്ള രീതിയിലൊക്കെ മഹേഷ് സംസാരിച്ച കാര്യവും മഹേഷ് ഭയങ്കര ആഹ്ലാദത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൈലാസ്
ആകാശ് മേനോനെ അറിയിക്കുകയാണ്. അപ്പോൾ ആകാശ് മേനോൻ പറയുന്നുണ്ട്, ഈ കല്യാണം നടന്നാലേ ഇതെങ്ങനെ മുടക്കണം എന്ന് പറയുന്നു, അവിടുത്തെ ഓരോ നീക്കങ്ങളും എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ കൈലാസിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഹേഷ് വളരെ സന്തോഷത്തോടു കൂടി കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു. അപ്പം നമ്മുടെ സുജി ഓൾറെഡി സമ്മതിക്കുന്നുണ്ട്, എന്തായാലും അവളുടെ കല്യാണം നടത്താൻ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ സുജി അങ്ങ് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഇഷിത മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ എന്തായാലും മഹേഷിൻ്റെ കൂടെ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിൽ കൈ കൊടുത്ത് സമ്മതിക്കുകയാണ്. അപ്പം ഇഷിത തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിൻ്റെ അവസാനം എന്താകുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനിലൂടെയാണ് നമ്മുടെ ഇഷിതയും കടന്നു പോകുന്നത്. പിന്നീട് കൈലാസ് ഈ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ആകാശ് മേനോനെ അറിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ രചനയാണെങ്കിൽ ആദ്യയുടെ അടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് രചനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇഷിത കളി തുടങ്ങിയെന്ന്. ചിപ്പിയെ വെച്ച് ഇഷിതയിലേക്ക് അടുപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതും ഒഴിവാക്കാൻ വേണ്ടി രചനയുടെ പരിപാടികളും അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.